എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 മെട്രിസസ് +2 മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒരു എക്സസൈസ് പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 3.1-ലെ 4th പ്രോബ്ലം. Construct a 2x2 matrix A equal to Aij whose elements are given by Aij equal to I plus j the whole square divided by 2. Second one, Aij equal to I divided by j. Third one, Aij equal to I plus 2j the whole square divided by 2. അപ്പോൾ ഇവിടെ നമ്മളോട് ഒരു 2x2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ എലമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് എ ഈക്വൽ ടു Aij. അപ്പോൾ since the matrix is a 2x2 matrix, it has 2 rows and 2 columns. ഇതൊരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ 2 റോസും 2 കോളംസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് A ഈക്വൽ ടു Aij. അപ്പോൾ ആ മെട്രിക്സിലെ എലമെൻറ്റ്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. A ഈക്വൽ ടു A11, A12, A21, A22. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എങ്കിൽ ഇനി നമ്മുടെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇവിടെ എലമെൻറ്റ്സ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? Aij ഈക്വൽ ടു I പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? Aij ഈക്വൽ ടു I പ്ലസ് ജെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റ്സും കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് A11. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1. അതായത് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2. എളുപ്പമല്ലേ? നമുക്കിവിടെ എലമെൻറ്റ്സ് തന്നിട്ട് മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. Aij ഈക്വൽ ടു I പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ ഓരോ എലമെൻറ്റ്സിൻ്റെയും സബ്സ്ക്രിപ്റ്റിൽ ഐയുടെയും ജെയുടെയും വാല്യൂസ് നമുക്ക് ലഭിക്കും. ആ വാല്യൂസ് അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ A11 നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ എന്താ? അടുത്ത എലമെൻറ്റ് ഏതാ? A12. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1 പ്ലസ് 2 I പ്ലസ് ജെ എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അതായത് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ A12 നമുക്ക് കിട്ടി. ദെൻ A21. ഇവിടെ എന്താ ഐയുടെ വാല്യൂ? ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 1 ഈക്വൽ ടു 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 2. ഇനി അടുത്ത എൻട്രി നമുക്ക് കാണാം. അടുത്ത എൻട്രി എന്ന് പറയുമ്പോൾ എന്താ? മെട്രിക്സിൻ്റെ ലാസ്റ്റ് എൻട്രി വരുന്നത് A22. ഇവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ 2 ആണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമ്മൾ എല്ലാ എലമെൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്തു എ എന്ന മെട്രിക്സിലെ. അപ്പോൾ ഇവിടെ A11, A12, A21, A22 എലമെൻറ്റ്സ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് A ഈക്വൽ ടു മെട്രിക്സ് 2, 9/2, 9/2, 8. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ചെയ്യാലോ. വളരെ എളുപ്പമല്ലേ ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലമെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് Aij ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ ജെ ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് A11, A12, A21, A22 വാല്യൂസ് കാണാം. അപ്പോൾ ആദ്യമായിട്ട് A11 വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? I ഡിവൈഡഡ് ബൈ ജെ. അതായത് ഇവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 1. ദെൻ A12 എന്ന് പറയുമ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 2. അതായത് 1 ഡിവൈഡഡ് ബൈ 2 ആണ് A12 വാല്യൂ നമുക്ക് ലഭിച്ചത്. ഇനി അടുത്തത് A21 എന്ന് പറയുമ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 2 ആണ്, ജെയുടെ വാല്യൂ 1. അതായത് 2 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 2. അടുത്ത എൻട്രി എന്താ? A22 ഈക്വൽ ടു 2. ഇവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു. അതായത് നമ്മൾ എല്ലാ എൻട്രീസും എ എന്ന മെട്രിക്സിലെ എല്ലാ എൻട്രീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് A ഈക്വൽ ടു A11, A12, A21, A22 ഈക്വൽ ടു 1, 1/2, 2, 1. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? Aij ഈക്വൽ ടു I പ്ലസ് 2j ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഐയുടെ വാല്യൂ അറിയാം, അതുപോലെ ജെയുടെ വാല്യൂ അറിയാമെങ്കിൽ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ലഭിക്കും. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? A11. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 പ്ലസ്
2 ഇൻറ്റു ജെ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 1 2. അപ്പോൾ 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ A11 ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് ലഭിച്ചു. അടുത്തതായിട്ട് നമുക്ക് A12ൻ്റെ വാല്യൂ കാണാം. A12 ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 2. അപ്പോൾ 1 പ്ലസ് 2j ഹോൾ സ്ക്വയർ, അതായത് 1 പ്ലസ് 2 ഇൻറ്റു 2, ജെയുടെ വാല്യൂ 2 ആണ് വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2 4 കിട്ടുന്നു. ദെൻ 1 പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1 പ്ലസ് 4 വരുന്നത് 5 ആണ്. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 25 ഡിവൈഡഡ് ബൈ 2 ആണ് A12ൻ്റെ വാല്യൂ കിട്ടിയത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് A21. A21 ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ ഐയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 പ്ലസ് 2j, ജെയുടെ വാല്യൂ എന്താ 1. അപ്പോൾ 2 ഇൻറ്റു 1 2. 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അതായത് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. 16 ഡിവൈഡഡ് ബൈ 2. 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8 ആണ്. അതായത് A21ൻ്റെ വാല്യൂ 8 ആണ്. നെക്സ്റ്റ് അവസാനത്തെ മെട്രിക്സിൽ അവസാനത്തെ എലമെന്റ് ഏതാ? A22. A22 ഈക്വൽ ടു I പ്ലസ് 2j ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം 2 ആണ്. അപ്പോൾ 2 പ്ലസ് 2j, ഇപ്പോൾ 2 ഇൻറ്റു 2 4. 2 പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 2 പ്ലസ് 4 6. 6ൻ്റെ സ്ക്വയർ എന്താ? 36. 36 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 18. അപ്പോൾ ഈ മെട്രിക്സിലെ എല്ലാ എൻട്രീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് A എന്ന് പറയുന്ന ഈ മെട്രിക്സിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആണ് 9/2, 25 divided by 2, A11 equal to 9/2, A12 equal to 25 divided by 2, A21 equal to 8, A22 equal to 18. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം നിങ്ങൾ എടുക്കുന്നത് ശരിയല്ല എങ്കിൽ ഈ പ്രോബ്ലം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ കാൽക്കുലേഷൻ വരുമ്പോൾ ഇപ്പോൾ 1 + 2 3 ശ്രദ്ധിക്കാതെ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് ഇവിടെ മാർക്ക് പോകാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് തനിയെ ചെയ്ത് പഠിക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി ഈ പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഉത്തരവായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക്